നമസ്കാരം. എല്ലാ മതങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളും വിഭജനവും തമ്മിലടിയും പൊതുവായ ഒരു കാര്യമാണ്. ക്രൈസ്തവ, മുസ്ലിം, ഹൈന്ദവ മതങ്ങളാണ് പൊതുവെ എടുത്തു പറയാനുള്ളവ. മറ്റു മതങ്ങളുമുണ്ട്, അവിടെയും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. ഇവയെല്ലാം ഒരു മതിൽക്കെട്ടിനകത്ത് തീർക്കാവുന്നതും അല്ലാത്തതുമായ പ്രശ്നങ്ങളുമാണ്. ഭരണമോഹങ്ങളും സ്വാർത്ഥ താൽപ്പര്യങ്ങളുമാണ് ഇതിന് പിന്നിൽ എന്നത് ഒരു സത്യമാണ്. ഇവിടെ ഇപ്പോൾ പരാമർശിക്കുന്നത് ശിവഗിരി മഠം നേരിടുന്ന വിഷയങ്ങളാണ്. ശിവഗിരി മഠത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ മുമ്പും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴുള്ള പ്രശ്നം മറ്റൊരു തലത്തിലാണ്. ശിവഗിരി മഠത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടാകുന്ന പുതിയ ചില കാര്യങ്ങൾ, ശിവഗിരി മഠത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത ചില കാര്യങ്ങൾ. ഒരു ക്രിമിനൽ പ്രതിക്ക് വേണ്ടി ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ, സ്വാമി വിശാലാനന്ദ വർക്കല പോലീസ് സ്റ്റേഷനിൽ SHOയെ കാണുന്നു. മറ്റൊരു ശിവഗിരി മഠം മുതിർന്ന സ്വാമിയെ അപകീർത്തിപ്പെടുത്തുകയും സ്വാമിക്കെതിരെ കേസുമായിട്ടാണ് ഇവർ അന്ന് SHOയെ സമീപിച്ചത്. സ്വാമി സച്ചിദാനന്ദ അങ്ങനെ ശിവഗിരി മഠത്തിനെതിരെ നീങ്ങുകയും ആറ്റിങ്ങൽ കോടതിയെ സമീപിക്കുകയും ചെയ്തപ്പോൾ തന്നെ സ്വാമി സച്ചിദാനന്ദ സ്വയം അയോഗ്യനായിരിക്കുകയാണ്. സ്വാമി സച്ചിദാനന്ദയ്ക്ക് സ്വന്തമായിട്ടൊരു പ്രസ്ഥാനമുണ്ട്, ഒരു ട്രസ്റ്റ്. അവിഹിത ബന്ധങ്ങളും കൊള്ളയും കൊലയും ഗുണ്ടായുസവും സ്വാമി സച്ചിദാനന്ദയുടെ പേരിൽ ഉണ്ട്. കേവലം 4 വോട്ടുള്ള സ്വാമി സച്ചിദാനന്ദ പ്രസിഡന്റ് പദവിയിൽ എത്തിയത് തന്നെ സ്വാമി ഗുരുപ്രസാദ് നിമിത്തമാണ്. ഒടുവിൽ പാല് കൊടുത്ത കൈക്ക് തന്നെ സ്വാമി സച്ചിദാനന്ദ കുത്തി. അതിന് കാരണം സ്വാമി സച്ചിദാനന്ദയുടെ നിയമവിരുദ്ധ പ്രവർത്തികളാണ്. ഈ അടുത്ത കാലത്ത് സ്വാമി സച്ചിദാനന്ദ സ്വാമി ഗുരുപ്രസാദിനെ വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്കയിൽ ടെക്സസിൽ ഗൂഢാലോചന നടത്തുകയും ദിവസങ്ങൾക്കുള്ളിൽ സ്വാമി ഗുരുപ്രസാദിനെ ശിവഗിരി മഠത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയാണ് തിരിച്ച് ശിവഗിരി മഠത്തിൽ വന്നത്. കുഴി കുഴിക്കുന്നവർ സ്വയം അതേ കുഴിയിൽ വീഴുന്നത് പോലെയാണ് സ്വാമി സച്ചിദാനന്ദ ഇരുട്ടിൻ്റെ മറവിൽ വർക്കല പോലീസ് സ്റ്റേഷനിൽ ക്രിമിനൽ പ്രതിക്ക് വേണ്ടി ഹാജരായതും പരസ്യമായി പ്രതിയുമായി ഗൂഢാലോചന നടത്തുന്നത് ശ്രീനാരായണീയർ കാണാനിടയായത്. ഇത് മറ നീക്കി വെളിച്ചത്ത് കൊണ്ടുവന്നത് NTV ന്യൂസ് ആണെന്നത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവർ തന്നെയാണ് അമേരിക്കയിൽ ശിവഗിരി മഠത്തിലെ സന എന്ന മഹത് പ്രസ്ഥാനത്തെ നശിപ്പിക്കുവാൻ ഗൂഢാലോചന നടത്തിയത്. അതിനായി ഒരു ടീം വർക്ക് തന്നെ നടത്തി. ശിവഗിരി മഠത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത ടീം വർക്ക്. ഈ വില്ലൻ സ്വാമിമാരായ ആസാമികൾ പുറത്തുള്ള ചില വ്യക്തികളുമായി ഗൂഢാലോചന നടത്തി. അതിൽ അമേരിക്കയിലെ നേഴ്സ് ദമ്പതികൾ, മറ്റ് 2 പേർ UAEയിൽ ശിവഗിരി മഠത്തിൻ്റെ പേരിൽ ഒരു വ്യാജ ഹെൽപ്പ് ലൈൻ അക്കൗണ്ട് തുറന്ന അനവധി കേസുള്ള 5 തെങ്ങ് ശിവരശൻ എന്ന ആറ്റിങ്ങൽ രവികുമാർ വർഷങ്ങളെടുത്ത് സ്വാമി ഗുരുപ്രസാദിനെ തേജോവധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ശിവഗിരി മഠത്തിൻ്റെ കാര്യങ്ങൾ ഇനി തങ്ങളാണ് തീരുമാനിക്കുന്നതെന്ന് സ്വയം പ്രഖ്യാപിച്ചു. ശിവരശൻ എന്ന രവികുമാർ സ്വയം വർക്കല ബാബ എന്ന് വിളിക്കപ്പെടുന്നു. UAEയിൽ ഫുജേറയിൽ നിന്നുമാണ് ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തികൾ ചെയ്യുന്നത്. ഫുജേറയിൽ ഇന്ത്യൻ എംബസിക്കും ഈ വ്യക്തികൾ ചെയ്യുന്ന നിയമവിരുദ്ധ പ്രവർത്തികൾ അറിയാവുന്ന കാര്യമാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി തന്നോടൊപ്പം ഉണ്ട് എന്നുപോലും ഈ ക്രിമിനൽ ഫേസ്ബുക്കിലൂടെ പറയുകയുണ്ടായി. ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയെ NTV ന്യൂസ് അന്ന് ഈ കാര്യം അന്വേഷിക്കുവാനായി ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം ഇവയെല്ലാം നിഷേധിക്കുകയാണ് ചെയ്തത്. SNDP യോഗവും താനും ശിവഗിരി മഠത്തിൻ്റെ ഔദ്യോഗിക കാര്യങ്ങളിൽ ഇടപെടാറില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വ്യക്തി തന്നെ സമീപിച്ചിരുന്നു എന്ന് തുഷാർ വെള്ളാപ്പള്ളി അന്ന് പറഞ്ഞിരുന്നു. ശ്രീനാരായണീയർക്കെല്ലാം ഈ വ്യക്തി തൊട്ടി വാവയായിട്ടാണ് അറിയാവുന്നത്. കാരണം കയ്യിലിരിപ്പും വായിൽ നിന്ന് പുറപ്പെടുവിക്കുന്നതും മൊത്തം തൊട്ടിത്തരമാണ്, പച്ച നുണയും തള്ളും. ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയുമായി ചേർന്ന് ഒരു സിനിമ എടുക്കാൻ പോകുന്നു എന്ന് പോലും സ്വയം പരസ്യപ്പെടുത്തി. ഇവന് ചെലവും കൊടുക്കുന്നത് ശിവഗിരി മഠത്തിൽ നിന്ന് കൊള്ളയടിച്ച പണം തന്നെ എന്നത് വ്യക്തമാണ്. വില്ലൻ സ്വാമിമാരുടെ സംഭാവന. എടാ തൊട്ടി വാവേ, നിൻ്റെ അണ്ടിക്കഥയും കൊണ്ട്
ഉണ്ടയിടുന്നതാണ് നിനക്ക് നല്ലത്. ശ്രീനാരായണീയർ വെളുപ്പിന് തങ്ങളുടെ കാര്യങ്ങൾ കഴിഞ്ഞ് ചന്തി കഴുകിയ കൈകൊണ്ട് നിന്നെ നേരിടുന്ന ഒരു ദിവസമുണ്ട്. അധികം വിളഞ്ഞാൽ ഫുജേറ അങ്ങ് ദൂരെ ഒന്നുമല്ല എന്ന് നീ മനസ്സിലാക്കണം. ഇനി തൊട്ടിവാവ പരാജയപ്പെടുന്നു എന്നറിഞ്ഞപ്പോൾ മറ്റൊരു ഗുണ്ടയെ ഇറക്കി, ഒരു പക്കാ ക്രിമിനൽ. NTV ന്യൂസിനെ ഈ ക്രിമിനൽ വിളിച്ചു ഭീഷണിപ്പെടുത്തി. ഇപ്പോൾ ഇതാ SS മീഡിയ എന്ന് പറഞ്ഞ് നുണയും തള്ളും വ്യാജ പ്രസ്താവനകളും വെച്ച് തുടങ്ങിയിരിക്കുകയാണ്. ശിവഗിരി സംരക്ഷണ സംഘം അടിയന്തര നോട്ടീസ്. ശ്രീനാരായണീയ ഭക്തർ ജാഗ്രത പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ശ്രീനാരായണ കൾച്ചറൽ മൂവ്മെൻറ്റിൻ്റെ കിളിമാനൂരിലുള്ള ഓഫീസിൽ വെച്ച് 16-ാം തീയതി ജനുവരി 2018 വൈകുന്നേരം 6 മണി കഴിഞ്ഞ് ഗുരുദേവ ഭക്തയായ യുവതിയുടെ സാരി വലിച്ചഴച്ച് ആസക്തിയോടെ ആക്രമിച്ചതിന് കിളിമാനൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നും മറ്റൊരു കേസിൽ അകപ്പെട്ടാൽ ജാമ്യം റദ്ദാക്കും എന്നുള്ള വ്യവസ്ഥയിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ വിജേന്ദ്രകുമാർ, ഇവനാണ് പുതിയ ഗുണ്ട. ആ സംഭവത്തിന് ശേഷം ഗുരുദേവ ഭക്തരുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ശ്രീനാരായണ കൾച്ചറൽ മൂവ്മെൻറ്റ് എന്ന സംഘടനയുടെ പ്രവർത്തനം അവസാനിപ്പിച്ച വിവരം ഏവർക്കും അറിവുള്ളതാണ്. ശ്രീനാരായണ കൾച്ചറൽ മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സഹപ്രവർത്തകൻ്റെ ഭാര്യയാണ് ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടത്. വിജേന്ദ്രകുമാർ കിളിമാനൂർ, ആറ്റിങ്ങൽ, വർക്കല പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകളിൽ പ്രതിയാണ്. ഒരു ഹരിജൻ യുവതിയാണ് ഇത്തരത്തിൽ വിജേന്ദ്രകുമാർ ആക്രമിച്ചത്, പീഡിപ്പിക്കാൻ ശ്രമിച്ചതും. ഈ സംഭവത്തിന് ശേഷം കിളിമാനൂരിലെ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിൽ നിന്നും ആട്ടിയോട്ടിക്കപ്പെട്ട വിജേന്ദ്രകുമാർ ശിവഗിരിയിലെ ലീഗൽ അഡ്വൈസറായിരുന്ന നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഗുണ്ട മനോജ് ഉൾപ്പെടെയുള്ളവർ അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡിൽ കഴിയവേ ഈ കേസിൽ ഉൾപ്പെടുമെന്ന് ആശങ്കപ്പെട്ടിരുന്ന 3 വില്ലൻ സ്വാമിമാരെ പിന്തുണച്ചുകൊണ്ട് രൂപീകരിച്ച സംഘടനയാണ് ശിവഗിരി സംരക്ഷണ സംഘം. മുൻ DGP TP സെൻകുമാർ അടക്കമുള്ള പ്രമുഖരെ കൊണ്ടുവന്ന് താൻ പിന്തുണ നൽകി പ്രവർത്തിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ 3 വില്ലൻ സ്വാമിമാരും പ്രതികളായേനെ എന്ന് ശിവഗിരി സംരക്ഷണ സംഘം പുറത്തിറക്കിയ വീഡിയോയിൽ വിജേന്ദ്രകുമാർ പറയുന്നുണ്ട്. ഇത് മാത്രവുമല്ല, ഈ വീഡിയോയിൽ ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയുടെ വായടപ്പിച്ചു എന്നും ജനറൽ സെക്രട്ടറി ശുഭാംഗാനന്ദ സ്വാമിയെ മുഖത്തു നോക്കി ഭീഷണിപ്പെടുത്തിയെന്നും വിജേന്ദ്രകുമാർ അവകാശപ്പെടുകയും ശിവഗിരിയിലെ സന്യാസിമാരെ ശാരീരികമായി നേരിടുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം ചെറ്റത്തരം കാണിക്കുന്ന ക്രിമിനലിനെതിരെ ശിവഗിരി മഠം നിയമപരമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. FIR NTV ന്യൂസിന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റിനെതിരെയുള്ള കലാപ ശ്രമത്തിനെതിരെ ശിവഗിരി മഠം നൽകിയ പരാതിയിൽ വർക്കല പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ വിജേന്ദ്രകുമാർ അടക്കം ശിവഗിരി സംരക്ഷണ സംഘത്തിലെ 4 പ്രവർത്തകർ പ്രതികളാണ്. ഈ കേസിൽ പ്രതിയായത് വിജേന്ദ്രകുമാറിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉപാധികളോടെ അനുവദിച്ച ജാമ്യം റദ്ദാക്കുവാൻ മതിയായ കാരണവുമാണ്. കിളിമാനൂർ, ആറ്റിങ്ങൽ, വർക്കല, പരവൂർ, ചാത്തന്നൂർ തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകളിൽ പ്രതികളായ ആളുകളെ സംഘടിപ്പിച്ച് പരിപാവനമായ ശിവഗിരി മഠത്തിൻ്റെ പേര് ദുരുപയോഗം ചെയ്ത് രൂപീകരിച്ച ശിവഗിരി സംരക്ഷണ സംഘത്തിൽ നിരപരാധികളായ ഗുരുദേവ ഭക്തർ അകപ്പെടാതെ ജാഗ്രത പാലിക്കേണ്ടതാണ്. ശിവഗിരി മഠത്തിൽ നിന്ന് കൊള്ളയടിച്ച കാശ് വില്ലൻ സ്വാമിമാർ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഇവർ സോഷ്യൽ മീഡിയയിലൂടെയും ഗുണ്ടായുസത്തിലൂടെയും ശിവഗിരി മഠത്തെ അപകീർത്തിപ്പെടുത്തുകയും ശിവഗിരി മഠം ഇനി തങ്ങൾ വിചാരിക്കുന്നത് പോലെ ആകുമെന്നാണ് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചെയർമാനായ വിജേന്ദ്രകുമാർ മറ്റു ഗുണ്ടകൾ തന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കണമെന്നാണ് കൂടെ നിൽക്കുന്നവരോട് ചെയർമാനായ വിജേന്ദ്രകുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിജേന്ദ്രകുമാർ, നിന്നെപ്പോലുള്ള ചെറ്റയും ഗുണ്ടയുമാണ് അവർക്കാവശ്യം. നിനക്കായി സെൻട്രൽ ജയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ജാഗ്രത. നീയും നിന്റെ കൂട്ടാളികളും ജയിലിൽ കഴിയാൻ തയ്യാറാണെന്നാണല്ലോ വെല്ലുവിളി. തഥാസ്തു. വില്ലൻ സ്വാമിമാർ ജാഗ്രത പാലിക്കുക.
പൊതുജനം കഴുതകൾ എന്നാണല്ലോ നിങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത്. നമസ്കാരം, ഞാൻ വർക്കല വാവ എന്നറിയപ്പെടുന്ന രവികുമാർ. എനിക്കെന്നും ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ടീമായിട്ടാണ് ഇതിന് വർക്ക് ചെയ്തത്. ഈ വാർത്തയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിനെ അനുബന്ധിച്ചിട്ടുള്ള മറ്റു വാർത്തകളും ചേർക്കുന്നതാണ്. വാർത്തകൾ തുടരും വരെ ഗുരുധർമ്മം വിജയിക്കട്ടെ. നന്ദി, നമസ്കാരം.